നടുക്കണ്ണിൽ തിരിഞ്ഞാൽ മതി. വെള്ളത്തിൽ ഇറക്കുമോ? ഇറങ്ങുന്ന നമുക്ക് പറഞ്ഞ് എടുക്കാം. ഇറക്കി കഴിഞ്ഞാൽ പിന്നെ ഉടനെ കയറ്റത്തില്ലല്ലോ. ഇറക്കി കയറ്റു. ഓക്കെ. അപ്പോൾ പേര് ജോസ് എന്നാണ്. എൻ്റെ വീട്ടുപേര് ലിറ്റോ ഭവനം അല്ലെങ്കിൽ കിഴകട എന്നാണ് എൻ്റെ വീട്ടുപേര്. ആലപ്പുഴ ജില്ലയിൽ ചെന്നിത്തലയിലാണ് ഞാൻ താറാവ് കൃഷി ചെയ്യുന്നത്. ഏകദേശം 25 വർഷത്തിന് മേളിലായി ഈ താറാവ് കൃഷി കൊണ്ട് ഉപജീവനം കഴിക്കുകയാണ്. താറാവ് കൃഷി എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ പ്രാവശ്യം ഒരു കൂട്ടം താറാങ്കുഞ്ഞുണ്ടായിരുന്നു, എല്ലാം കൊടുത്തു. ഞാൻ സ്ഥിരമായിട്ട് ഈ താറാങ്കുഞ്ഞിൻ്റെ ചെമ്പല്ലി ചാരയുടെയും പരിപാടിയാണ്. ഇറങ്ങുക, 30 ദിവസം 28 ദിവസം വളർത്തി അണ്ണാരെ കൊടുക്കുക. വലുതിൻ്റെയും പരിപാടിയുണ്ട്. ഇത് ഞങ്ങളുടെ ഒരു ഉപജീവന മാർഗ്ഗമാണ്. ഇത് വെള്ളമില്ലെങ്കിലും കരയ്ക്കായാലും വളർത്താവുന്ന നാടൻ താറാവാണ് ചെമ്പല്ലിയും ചാര്. ഇതാർക്ക് വേണമെങ്കിലും ഏത് മലയുടെ രീതി വേണമെങ്കിലും വളർത്താം. വളർത്തി ആഹാരം കൊടുത്തേച്ചാൽ മാത്രം മതി. അതുപോലെ താറാവ് 4 മാസം 5 മാസം ഇരിക്കുമ്പോൾ മുട്ടയിട്ടാൽ 3-4 വർഷം 3 വർഷം ഏറ്റവും കുറവ് 3 വർഷം നിന്ന് മുട്ടയിടും. അതുപോലെ നാടൻ താറാവാണ്, അതുപോലെ ആദായമാണ്. ഇപ്പോൾ ഒരു താറാവിനെന്ന് പറഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു മുട്ടയ്ക്ക് 14 രൂപ വിലയുണ്ട്. ഈ 14 രൂപ വില തന്നെയല്ല ഈ താറാവിനെ ഇറച്ചിയുടെ കാര്യത്തിൽ ഏറ്റവും നല്ലത് താറാവിറച്ചിയാണ്. ഗുണമുള്ളതാണ് ഈ താറാവിറച്ചി ഏറ്റവും നല്ലതാണ്. എല്ലാ അസുഖത്തിനും പറ്റിയ ഇറച്ചിയാണ്. ഇഞ്ചക്ഷൻ പോലും ഈ കണ്ടത്തിലെ തീറ്റി നമ്മൾ കൊടുക്കുന്ന തീറ്റി മാത്രമേ തരും. വേറൊരു ഇതായിട്ടുള്ള തീറ്റിയോ ഇഞ്ചക്ഷനോ ഒന്നും വലുതായിട്ട് ചെയ്യാത്തതാണ്. ഒരു താറാവ് കൃഷി മാത്രമേ ഉള്ളൂ ഏറ്റവും നല്ല ഇറച്ചി എന്ന് പറഞ്ഞാൽ. അതിനെക്കൊണ്ട് എൻ്റെ അടുക്കൽ തന്നെ ഇപ്പം 4-5 ഒക്കെ ജോലിക്കാരൊക്കെ ആവശ്യം പോലെ നിൽപ്പുണ്ട്. അവരുടെയും വീട്ടിൽ ഉപജീവനം കഴിക്കുന്നതാണ് ഈ തൊഴിൽ. 500 താറാവ്, 400 താറാവ്, 1000 താറാവ്, 1500 താറാവ്, ചിലർ 5000 താറാവ് എടുക്കും, 2000 താറാവ് എടുക്കും. വീട്ടിൽ ഒരാളിനെ കൂടെ നിർത്തി അല്ലെങ്കിൽ വീട്ടിലെ രീതിയിൽ ഇത് മുൻപോട്ട് പോകുന്ന നല്ലൊരു കേസ് കെട്ടായി താറാവ് കൃഷി. കോഴിയുടെ കൂട്ടല്ല, നല്ല രീതിയിൽ ഇത് മുൻപോട്ട് പോകുന്ന കൃഷിയാണ്. നല്ല ലാഭം കിട്ടുന്ന കൃഷിയാണ് ഇത്. പിന്നെ ഇപ്പം ഈ പരുവത്തിന് കഴിഞ്ഞ ഒരു സീസണ് താറാൻ കുഞ്ഞുണ്ടായിരുന്നു. അതെല്ലാം അന്നേരം എത്ര മാസം ആകുമ്പോഴാണ് ഇവിടുന്ന് കൊടുത്തു തുടങ്ങുന്നത്? ഞാനിപ്പോൾ ഒരു 25-30 ദിവസം തൊട്ട് കൊടുത്തു തുടങ്ങും. ഒരു മാസം ഇപ്പം 1 മാസം 6 ആയി. ഞാൻ ഇപ്പോഴേ കൊടുത്തു തുടങ്ങി ആൾ കൊണ്ടുപോകുന്നുമുണ്ട്. പിന്നെ വലുതായിട്ട് വളർത്തി കൊടുക്കുന്നവരുണ്ട്. വലുതായിട്ട് കൊടുക്കുന്നവരുണ്ട്. ഈ മുട്ടയാകാറായ താറാവിനെ ഉണ്ട്. അപ്പോൾ എത്ര മാസത്തിൽ? അത് 5 മാസം. 5 മാസം മുട്ടയിടും. നല്ല താറാവ്. അത് നാടൻ താറാവും ചെമ്പല്ലി താറാവും. അതിന് ഒരെണ്ണത്തിന് 370 രൂപ 400 രൂപയാ താറാവിന് മുട്ടയിടാറായത്. അത് നല്ല താറാവിനെ തന്നെ. 1 മാസം പരുവത്തി കൊടുക്കുമ്പോൾ എത്ര രൂപയ്ക്കാണ്? അത് 100 രൂപ 120 രൂപയ്ക്കൊക്കെ മേളിലാണ് കൊടുക്കുന്നത്. നല്ല താറാവ് 100 രൂപയ്ക്ക് മേളിലോട്ട് കൊടുക്കും. താറാവ് കുഞ്ഞാൽ ഒരു കുഴപ്പമില്ല. നല്ല നാടൻ താറാവ് നല്ല രീതിയിൽ വളർത്താൻ ഒരു വീട് 4 പേരുണ്ടെങ്കിൽ ഒരു വീടിലെ ഉപജീവന മാർഗം കഴിക്കാനുള്ള നല്ലൊരു നല്ല വിലയുണ്ട് താറാവിന്. നല്ല വിലയുണ്ട്. താറാവ് ഏറ്റവും മിതമായ രീതിയിൽ കുട്ടനാടൻ താറാവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചിലവാകുന്ന ഇറച്ചിക്കാണ് പോകുന്നത്. ഇറച്ചിക്ക്, മുട്ടയ്ക്ക്, എല്ലാത്തിനും കേരളത്തിലേ ഉള്ളൂ ഈ താറാവ് നല്ല നാടൻ താറാവായിട്ട് എല്ലാവരും തിന്നുന്നത്. ഈ ഡ്രസ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ 400 രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഉപജീവന മാർഗത്തിൻ്റെ ഒരു കൃഷിയായിട്ട് ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 25 വർഷമായി ഈ താറാവ് കൃഷി. എൻ്റെ കഴിഞ്ഞാലും ഇതിനെ ഇറച്ചിക്കാൻ കൊടുക്കാം. നമുക്കിപ്പോൾ 4 വർഷം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ് ഇത് മുട്ട ഇട്ട് കഴിഞ്ഞെങ്കിലും അത് പിന്നെ ഇറച്ചിക്ക് തന്നാലും ഇറച്ചിക്കാൻ കൊടുക്കും. ഞങ്ങൾ ഇറച്ചിക്ക് എടുക്കും. ഇറച്ചിക്ക് കൊടുക്കാൻ നല്ലൊരു ഉപജീവനമാണ്. പിന്നെ ഇറച്ചിക്ക് നിങ്ങൾ അവർ കൊടുക്കുന്നവർക്കും കൊടുക്കാം.
കൊടുക്കുക. അടുത്ത ട്രിപ്പ് മേടിച്ചിട്ടാലും ഇതൊരു കുഴപ്പം ഉണ്ടാകത്തില്ല. ഇപ്പം തൊട്ട് ഇത് കൊടുത്തു തുടങ്ങുക. നാടൻ താറാങ്കുഞ്ഞ് ഇപ്പം കണ്ടില്ലേ, ചെമ്പല്ലിയും ചാരയും. അതെ അതെ, നല്ല കുട്ടനാടൻ താറാവ്. നല്ല കുട്ടനാടൻ താറാവ്. അച്ഛാ, പലരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ഈ വെള്ളം ഉള്ളിടത്ത് മാത്രമേ താറാവിനെ വളർത്താൻ പറ്റത്തുള്ളൂ എന്നൊരു ധാരണയുണ്ട്. അത് ശരിയാണോ? അയ്യോ, ശരിയല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളമില്ലാത്ത, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, എവിടെ മലയിലായാലും നമ്മളിപ്പം 10 100 അല്ലെങ്കിൽ 200 50 താറാവായാലും ഒരു കുഴി കുഴിച്ച് ഒരു ടാർപ്പ ഇട്ട കുഴിക്കകത്തോട്ടിട്ടാലും അവിടുന്ന് ആ വെള്ളം പറ്റാത്ത 2 ആഴ്ച 3 ആഴ്ച ആ വെള്ളം പറ്റാതെ അവിടെ കിടന്നോളും. ഒരു ചാക്ക് ഇട്ട് കൊടുത്ത് തീറ്റ ഇട്ട് കൊടുത്താൽ മതി. ഏത് മലയിലായാലും ഇതിനെ വളർത്തത്തക്ക രീതിയിൽ. അല്ലാതെ വെള്ളമൊന്നും വേണ്ട. വെള്ളം ഉണ്ടെങ്കിൽ വെള്ളത്തിൽ വിടുന്നവരുകൊണ്ട്, വെള്ളം ഇല്ലെങ്കിൽ വേണ്ട. ആ രീതി മലയിലായാലും എവിടെ ആയാലും നമുക്ക് ഈ താറാവിനെ വളർത്താം. ഇതിൻ്റെ ആഹാരം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഇത് ഇറങ്ങുമ്പോൾ ഞങ്ങൾ ഈ ചോറ്, ഷാട്ടറെന്നും പറഞ്ഞ് കോഴിത്തീറ്റി, ഷാട്ടർ പൊടി 30 ദിവസം കഴിയുമ്പം പിന്നെ ഈ മീനിൻ്റെ തലയും മീനും ഒക്കെ കൊടുക്കും. നമ്മുടെ വീട്ടിലാണെങ്കിൽ ഷാട്ടറും കോഴിത്തീറ്റിയും ഈ അരിയും കൂടെ കുഴച്ച് കൊടുത്തേച്ചാൽ മാത്രം മതി. അതങ്ങ് തിന്നോളും. ഒരു കുഴപ്പമില്ല, അതങ്ങ് തിന്നോളും. ബാക്കി ഒരു വിഷയമില്ല. അതുപോലെ താറാവ് വളരുകയും ചെയ്യും, അതുപോലെ ആദായം കിട്ടുകയും ചെയ്യും. മുട്ടയിടാൻ തുടങ്ങിയാൽ കണ്ടിന്യൂസ് മുട്ടയിടും. മുട്ടയ്ക്ക് ഔഷധഗുണം കൂടുതൽ. ഔഷധഗുണം ഏറ്റവും കൂടിയ താറാമുട്ടയ്ക്ക് ഔഷധഗുണമാണ്. ഏത് അസുഖത്തിനും പറ്റിയത്. അന്നേരം തന്നെ വിറ്റ് ആവശ്യക്കാരെ അറിയാം. അന്നേരം തന്നെ കൊടുത്തു പോവുക. ഇതിപ്പം 10 500 ആയാലും 1000 ആയാലും 2000 ആയാലും ഇനി 100 ആയാലും എത്ര വേണേലും കൊടുക്കും. ആർക്കും എവിടെയും വളർത്തുന്ന ഒരു സാധനം ചെതത്തുമില്ല, ഒന്നുമില്ല. നല്ലപോലെ തീറ്റി കൊടുത്താൽ അതുപോലെ മുട്ടയിടും. പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി. നമ്മുടെ ഏറ്റവും നല്ല ഇനമാണ് ചാരയും ചെമ്പല്ലി. നമ്മുടെ വീട്ടിൽ വളർത്താൻ നല്ല ഒരു താറാവ്, ഏത് മഴയായാലും കാലാവസ്ഥയായാലും ഈ ചാരയും ചെമ്പല്ലി എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല താറാവാണ്. നല്ല താറാവെന്ന് പറഞ്ഞാൽ അതുപോലെ താറാവ് വളരുകയും ചെയ്ത് നീട്ടിവെക്കുന്ന താറാവാണ്. അതുപോലെ നാടൻ താറാവ് എന്ന് പറഞ്ഞാൽ വീടുകളിലൊക്കെ വളർത്താൻ പറ്റുന്ന താറാവ് എനിക്ക് തോന്നുന്നു കുട്ടനാടൻ താറാവായ ഈ ചാര ചെമ്പല്ലി തന്നെയാണ്. ചാരയും ചെമ്പല്ലിയും തന്നെ നല്ല പ്രതിരോധ ശേഷിയുണ്ട്. ഒരു മഴയും എന്തായാലും ഒരു മഴയായാലും പിടിച്ചോളും. ഒരു കുഴപ്പമില്ല, മഴ നിന്ന് നനഞ്ഞോളും. ആ രീതിയിൽ എത്ര വെയിലായാലും മഴയായാലും അവിടെ നിന്ന് നനഞ്ഞോളും. ഒരു കുഴപ്പമില്ലാതെ താറാവ് വളരും. അതുപോലെ മുട്ടയിടും. 4 മാസം 4.5 മാസം 5 മാസം ആകുമ്പോഴേ മുട്ടയിടും. അതുപോലെ മുട്ടയിടും. അച്ഛാ, നീണ്ട 25 വർഷക്കാലം കൊണ്ട് താറാവ് വളർത്തി നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഉപജീവന മാർഗത്തിലേക്ക് എത്തി കുറച്ച് പേർക്ക് ജോലിയൊക്കെ കൊടുത്ത് വളരെ സന്തോഷത്തോടു കൂടി പോകാൻ സാധിക്കുന്നുണ്ട് ഈ താറാവ്. അത്രയ്ക്ക് നല്ലൊരു കൃഷി. നല്ല രീതിയിൽ ഞാൻ ഇത്രയും പറഞ്ഞില്ല, 25 വർഷം 26 വർഷമായി. എനിക്ക് നല്ല രീതിയിൽ കൊച്ചുങ്ങളൊക്കെയാണ് എല്ലാം വെളിയിലാണ്. എല്ലാം നല്ല എല്ലാവരെയും പഠിപ്പിച്ച് ഈ കൃഷി എല്ലാ രീതിയിലും ഈ കൃഷിയിൽ നിന്നാണ് പഠിപ്പിച്ചത്. കുഞ്ഞുങ്ങളെല്ലാം എല്ലാ സ്ഥലത്തും ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ തീറ്റുകാരെന്ന് പറഞ്ഞാൽ 4 5 ജോലിക്കാർ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. നമുക്ക് വീട്ടിൽ 500 താറാവ് 1000 താറാവ് വളർത്തുന്നപ്പോൾ ഒരു തീറ്റുകാരൊന്നും വേണ്ട. നമ്മുടെ വീട്ടിൽ തന്നെ ഏത് രീതിയിൽ വേണേലും അതിന് കൈകാര്യം ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം ആര് വന്നാലും എപ്പം വന്നാലും നമുക്ക് താറാവ് കൊടുക്കാൻ ഉണ്ട്. ആവശ്യക്കാർ വന്നാൽ നാളെ ഇന്നലെ തൊട്ട് കൊടുത്തു തുടങ്ങി. ആ രീതി വന്നാൽ ചെമ്പല്ലിയും ചാരയും മാത്രം. ഇതിപ്പോൾ കൊടുക്കാറായി തീറ്റയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുക.
25 വർഷക്കാലം കൊണ്ട് മാതൃകാപരമായ ഒരു ജീവിതം നയിക്കുകയാണ് ഈ കർഷകൻ. മാതൃകാപരമായ ജീവിതം എന്ന് പറയാൻ കാരണം 25 വർഷം കൊണ്ട് താറാവ് വളർത്തൽ കൃഷിയിലൂടെ അദ്ദേഹത്തിൻ്റെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം അദ്ദേഹത്തിൻ്റെ കുട്ടികളെയൊക്കെ പഠിപ്പിച്ചു വിദേശത്തേക്ക് അയച്ചു. പിന്നെ മറ്റ് കർഷകർക്ക് ഒരു 6-7 പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. അവർക്കൊരു ഉപജീവനമായി മാറിയിരിക്കുകയാണ് ഈ ഒരു മാതൃകാ ഫാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നല്ല മാതൃകാ ഫാം ആണ് എന്ന് പറയാൻ കാരണം. അപ്പോൾ പരമാവധി വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക. നല്ല പ്രതിരോധശേഷിയുള്ള ചാര ചെമ്പല്ലി കുട്ടനാടൻ താറാവ് നമുക്ക് ഇവിടുന്ന് വാങ്ങാനായിട്ടും സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ പരമാവധി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മനസ്സ് കാണിക്കണം. ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകണം. നിങ്ങളുടെ പിന്തുണ ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നല്ല നല്ല കർഷകരുമായിട്ട് വീണ്ടും എത്താം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.